ഇനി ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു സിനാരിയോ കൂടി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ചൈനയ്ക്ക് ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെന്ന് വെക്കുക. ചൈനയ്ക്ക് ഈ ഹിമാലയം കടന്നിട്ട് വേണം ഇങ്ങോട്ട് പോരാനായിട്ട്. കരയുദ്ധം അവിടെ വലിയ പാടാണ്. ഹിമാലയത്തിന്റെ മേളിൽ കൂടെ ഫ്ലൈറ്റിൽ വരുന്നത് അതിലേറെ പാടാണ്. അതായത് ടിബറ്റൻ പീഠഭൂമിയെയും ഹിമാലയത്തെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ കൂടെ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലും ഇല്ല. അത് താല്പര്യമില്ല അവർക്ക്. കാരണം വലിയ കഷ്ടപ്പാടാണ്, ടർബുലൻസ് ആണ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും എന്താ പറയുക, ഒരു വായു യുദ്ധമാണ് ചൈനയ്ക്ക് പറ്റുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പ്രതിരോധമല്ലേ നമ്മളിപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി അടുത്ത വഴി എന്തെന്നാ, കടലിലോട്ട് വരാനായിട്ടോ. നമ്മൾ ഇന്ത്യൻ നേവി വെറുതെ ഇരിക്കുമോ? അവിടെ പാകിസ്ഥാനെ തല്ലാൻ കിട്ടാത്ത കലിപ്പിൽ നിൽക്കുക പ്രമോദ് ചേട്ടൻ. നല്ല കലിപ്പിൽ നിൽക്കുക, അങ്ങനെ ഒരട്ടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം നന്നായിട്ടുണ്ടാവും. നാവികസേനയ്ക്ക് പൊതുവെ ഒരു കലിപ്പുണ്ടാവും. കാര്യം പിന്നെ ബാക്കിയുള്ളവരൊക്കെ കയറി മേയുമ്പോഴത്തേക്ക് ഇവരെ കാഴ്ചക്കാരായിട്ട് സൈഡ് കൊണ്ട് 71 ശേഷം തൊടാൻ പറ്റിയിട്ടില്ല. ശ്രീലങ്കൻ ആ ഒരു സമാധാന സേനയുടെ ഭാഗമായിട്ട് കുറച്ച് ഉണ്ടെങ്കിലും നാവികസേനയ്ക്ക് കാര്യമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു യുദ്ധത്തിൽ. കാര്യം ഇപ്രാവശ്യങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അതിന്റെ ഒരു ദേഷ്യം വേറെ ഉണ്ട്, നല്ലപോലെ ഉണ്ട്. പ്രമോദ് സാറിന്റെ മുഖത്ത് കാണാമായിരുന്നു. നല്ലപോലെ ഉണ്ട്.